നമസ്കാരം. ജ്യോതിഷ വിശ്വാസികളായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭാരതീയ ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഗ്രഹനിലകളിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും നമ്മുടെ ജീവിതത്തെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കുന്നുണ്ട്. നാം ഇന്ന് പരാമർശിക്കാൻ പോകുന്നതും അത്തരമൊരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്ന് പുലർച്ചെ പ്രശ്നത്തിൽ മഹാദേവൻ നമുക്ക് ചില സൂചനകൾ നൽകി. ചില വ്യക്തികൾ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്. അത്തരം ആളുകൾ നിങ്ങളൊപ്പമുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൂചനകളെ അവഗണിക്കാതെ കൃത്യമായി പരിശോധിച്ച് വേണ്ട മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോവുക. നാം ഇവിടെ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് ചില വ്യക്തികളിലൂടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങൾക്കത് വലിയ രീതിയിൽ ദോഷകരമായി സംഭവിച്ചേക്കാം. നിങ്ങളുടെ ജീവഹാനി വരെ സംഭവിക്കാനുള്ള കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ജാഗ്രതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഒരുപക്ഷെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലായിരിക്കാം ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത്. ജ്യോതിഷത്തിൽ ചൊവ്വാഴ്ച എന്നത് ഊർജ്ജത്തിൻ്റെയും ശക്തിയുടെയും ഗ്രഹമായ ചൊവ്വയുടെ ദിവസമാണ്. എന്നാൽ ഈ പ്രത്യേക ദിവസം ചില നാളുകാരെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല. അതായത് ഇത്തരം ദിവസങ്ങളിൽ ഗ്രഹനില സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ശത്രുദോഷം മൂലമുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ അപമൃത്യു, മറ്റപായങ്ങൾ അല്ലെങ്കിൽ അപായപ്പെടുത്തലുകൾ ഭയക്കേണ്ട ഒരു സാഹചര്യം ഈ ദിവസം നിലനിൽക്കുന്നു. ഗ്രഹങ്ങളുടെ അധിപനായ ചൊവ്വ ശനിയുമായി ശത്രുതയിൽ നിൽക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. ലോകത്തിന്ന് കണ്ടുവരുന്ന പല അനിഷ്ട സംഭവങ്ങൾക്കും യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കും പിന്നിൽ ഈ ഗ്രഹ പകയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നാം ഭയപ്പെടേണ്ടത്. ഒരുപക്ഷെ നമുക്ക് എതിരാളികളായി നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നാം തിരിച്ചറിയാതെ നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ ശത്രുവിനോ നമ്മെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. അല്ലെങ്കിൽ അത് അവരെ കൊണ്ട് അദൃശ്യമായ ശക്തി ചെയ്യിക്കും. അവരുടെ ജീവിതത്തിൽ നമ്മോടുണ്ടാവുന്ന ചില അസൂയയും അല്ലെങ്കിൽ നാം അവരെക്കാൾ ഉയരങ്ങളിൽ എത്തുന്നത് കൊണ്ടുള്ള മാനസിക പ്രയാസങ്ങൾ കൊണ്ടും അവർ ഇങ്ങനെ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സമയമായിരിക്കും. ഒപ്പം ഈ ഒരു ഗ്രഹനിലകളുടെ സാഹചര്യവും നിലനിൽക്കുമ്പോൾ അത് നമുക്ക് വലിയ രീതിയിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ദോഷങ്ങൾ സംഭവിക്കാനുള്ള സമയമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭക്തിയുമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഭഗവാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അപകടങ്ങൾ അത് നിങ്ങൾക്ക് തരണം ചെയ്യാൻ മുൻകൂട്ടി ഭഗവാൻ ഇത്തരത്തിലുള്ള സൂചനകൾ നൽകും. അത് നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തി തന്നെയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഭഗവാൻ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഏകാഗ്രതമായ മനസ്സിൽ ഭഗവാന് നൽകുന്ന സ്ഥാനം അത് ഭഗവാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ കരകയറി ഈ ഒരു കാലഘട്ടം വരെ എത്തി നിൽക്കുന്നത്. തുടർന്നും ആ ചൈതന്യം നിങ്ങൾക്കുണ്ടാകും. എന്നാൽ മറ്റു ചിലർ ഇത്തരം കാര്യങ്ങളെ അവഗണിക്കും. അവരുടെ ജീവിതത്തിൽ എല്ലാ ദുരന്തങ്ങളും സംഭവിച്ച് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴായിരിക്കും അവർ ഭഗവാനിൽ അഭയം പ്രാപിക്കുക. പിന്നീട് അവർ ഭഗവാനെ പഴി പറയും. നിങ്ങൾ അത്തരത്തിലല്ല ചെയ്യേണ്ടത്. ജീവിതത്തിൽ വരുന്ന ഇത്തരം സൂചനകളെ മുൻകരുതലോടുകൂടി കണ്ട് അതിനു വേണ്ട പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നാം പുലർച്ചെ പ്രശ്നത്തിൽ കണ്ട സൂചനകൾ തന്നെയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത് 12 നക്ഷത്രക്കാർ 28 ദിവസം അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ജാഗ്രതയാണ് പാലിക്കേണ്ടത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അല്പം സമയം മോശമാണെന്നുള്ള ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ആക്കം കൂട്ടുക. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി ധ്യാനിക്കുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ, ആരാധനാലയത്തിൽ ദർശനം നടത്തുക. ആരാധനാലയങ്ങളെല്ലാം തന്നെ പോസിറ്റീവ് ചൈതന്യമുള്ള സ്ഥലമായിരിക്കും. വാസ്തുശാസ്ത്രപ്രകാരം ആരാധനാലയങ്ങളെല്ലാം പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും. അത്തരം സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് മാനസികമായി ഉന്മേഷവും സന്തോഷവും യുക്തിപരമായ ചിന്തകളും കടന്നു വരുന്നു. ഇത്തരം ദുഷ്ടശക്തികൾക്കും മോശം സമയമെല്ലാം അവിടെ പടിക്ക് പുറത്തു നിൽക്കും. അകത്ത് ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തിനൊന്നും കടന്നു കയറുവാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നെഗറ്റീവ് ചിന്താഗതിക്കാരായ ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. നമുക്ക് ചുറ്റും അത്തരത്തിലുള്ള ആളുകൾ ധാരാളമുണ്ട്. അവരിൽ നിന്ന് നാം അകലം പാലിക്കുക. ഒപ്പം നമുക്ക് നമ്മുടെ ഉയർച്ചകൾ ആഗ്രഹിക്കാത്ത, നമ്മുടെ ഉയർച്ചകളിൽ വേദനിക്കുന്ന അത്തരം ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവരിൽ നിന്നും അകലം പാലിക്കുക. കാരണം നമ്മുടെ സന്തോഷവും ഉയർച്ചയും ആഗ്രഹിക്കാത്തവരോടൊപ്പം നാം നിൽക്കുന്നത് വലിയ അപകടം തന്നെയാണ്. അത്തരം ആളുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ഒരു 28 ദിവസം അവരിൽ നിന്ന് അകലം പാലിക്കുക. നമുക്ക് നമ്മോട് സ്നേഹമുള്ള, നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ആളുകൾക്കൊപ്പം സമയം ചെലവഴിക്കുക. അല്ലായെങ്കിൽ അത് മാനസിക സമ്മർദ്ദങ്ങൾക്കും കാരണമാവും. ഈ ഒരു സമയത്ത് അത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. 28 ദിവസം അല്പം മുൻകരുതലോടുകൂടി മുന്നോട്ട് പോവേണ്ട ആ 12
12 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി മറ്റൊരു കാര്യം കൂടെ പറയാം. ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും ശക്തിയേറിയ പൂജാ വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഈ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന എല്ലാ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുവാനും സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും എല്ലാം നിങ്ങൾക്ക് നൽകുന്നതിന് സഹായിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലും സുഹൃത്തുക്കളിലുമെല്ലാം ഇത്തരം ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകളെല്ലാം ബുദ്ധിമുട്ടുന്നവർ ഉണ്ടാവും. അവരിലേക്ക് ഒരു അധ്യായം ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്കും നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുവാനും അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുവാൻ സഹായിക്കുന്നതാണ്. ഇനി എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ സന്തോഷം. ഈ അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി ആ 12 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർ ചെയ്യേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം. അതിൽ ആദ്യം തന്നെ നാം കാണാൻ സാധിച്ചത് മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ദിവസങ്ങൾ വലിയ അനുകൂലമല്ല. നിങ്ങളുടെ ജന്മരാശിയുടെ അധിപനായ ചൊവ്വ ശനിയുമായി ശത്രുതയിൽ നിൽക്കുന്നതിനാൽ പലവിധ ദോഷങ്ങൾ ഉണ്ടാവാം. ആരോഗ്യം, കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. കുടുംബജീവിതത്തിൽ അതീവ ജാഗ്രത പാലിക്കുക. പങ്കാളിയുടെ കാര്യത്തിൽ വലിയ കരുതൽ വേണം. മരണം വരെ സംഭവിക്കാവുന്ന ദോഷസാധ്യതകൾ ഉള്ളതിനാൽ പ്രാർത്ഥനകളും ശ്രദ്ധയും അത്യാവശ്യമാണ്. സ്വന്തം വീട് വിട്ടുമാറി നിൽക്കേണ്ടി വരുന്ന അന്യദേശവാസം ഈ സമയത്ത് ഉണ്ടായേക്കാം. അനാവശ്യമായ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളിൽ കുടുങ്ങാനോ ജയിൽവാസം വരെ അനുഭവിക്കുവാനോ ഉള്ള യോഗം കാണുന്നു. രാഷ്ട്രീയപരമായോ സംഘടനകളിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ ഉള്ള ശത്രുത നിങ്ങളെ വേട്ടയാടിയേക്കാം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി മറനീക്കൽ, രക്തപുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്തതായി വരുന്നത് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, രോഹിണി, മകൈര്യം. ഇടവക്കൂറുകാർക്ക് സമാനമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. എന്നാൽ ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ പുത്രന്മാരിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും ധനം, ഐശ്വര്യം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. ഈ ഒരു മെയ് മാസം ചൊവ്വയുടെ ശത്രുത മാറുന്നതോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യണം. നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയെ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ശത്രുക്കളിൽ നിന്ന് തോന്നുന്ന, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അത്തരം ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. അവരെ മാറ്റി നിർത്തുക. അല്ലായെങ്കിൽ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കടന്നു വരിക. നേട്ടങ്ങൾക്കൊപ്പം വലിയ കഷ്ടതകളും നിങ്ങളെ തേടിയെത്തേക്കാം. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി 28 ദിവസം നിങ്ങൾ നല്ല പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. അടുത്തതായി വരുന്നത് ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം. ചിങ്ങക്കൂറുകാർക്ക് ഈ പറഞ്ഞ ദിവസങ്ങൾ അത്ര ശുഭകരമല്ല. നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. അപമൃത്യു, ഭയം. അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ അത്ര ശുഭകരമല്ല. ശത്രുക്കൾ മൂലം ജീവഹാനി വരെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വഞ്ചനയിലും ചതിയിലും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാണ്. മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. ഭഗവാൻ തരുന്ന ഇത്തരം സൂചനകളെ മുൻനിർത്തി അതിനെ വേണ്ട രീതിയിൽ വിലയിരുത്തി വേണ്ട മുൻകരുതലുകൾ എടുക്കുക. ജീവിതത്തിൽ നമ്മുടെ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്തവരെ നാം തിരിച്ചറിയുകയും അവരെ മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ നാം അവരിൽ നിന്ന് മാറി നിൽക്കുകയുമാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇത്തരം സൂചനകൾ നൽകുന്നത്. നിങ്ങൾ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ ഹോമവും ജലധാര പോലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനി അടുത്തതായി വരുന്നത് തുലാക്കൂറിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം. പുറമേ നോക്കുമ്പോൾ സന്തോഷവാനാണെന്ന് തോന്നിയെങ്കിലും തുലാക്കാറുകാരുടെ ഉള്ളിൽ പലവിധ ആശങ്കകൾ ഉണ്ടാവാം. കടബാധ്യതകളും ശത്രുദോഷവും ഉണ്ടെങ്കിലും ധൈര്യത്തോടെ അതിനെ നേരിടാനുള്ള ശേഷി ചൊവ്വ നിങ്ങൾക്ക് നൽകും. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തിയും ചൈതന്യവും നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം നിങ്ങളുടെ മുമ്പിൽ എത്തിയതും നിങ്ങൾക്കത് കാണുവാനുള്ള മനസ്സുണ്ടായതും എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ച് സധൈര്യം മുന്നോട്ട് പോവുക. അടുത്തതായി വരുന്നത് ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം. ഈ നാളുകാർക്ക് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ബന്ധുക്കളുമായുള്ള ബന്ധത്തിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനചലനമോ അനാവശ്യ ടെൻഷനുകളോ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് ശത്രുതയുള്ള ആളുകളിൽ നിന്ന് മോശമായ വാക്കുകളോ അപായപ്പെടുത്തലുകളോ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളിൽ നിന്ന് അകലം മാറി നിൽക്കുക. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ
പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി ധ്യാനിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ കുലദേവതയെ മറന്നുപോകാൻ പാടില്ല എന്നത്. നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാനുള്ള കാര്യങ്ങളാണിത്. നിങ്ങളുടെ കുടുംബദേവതയ്ക്ക് ആ ദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. ആ ഒരു അനുഗ്രഹം തന്നെയാണ് ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തെ ഭദ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അവിടെയുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നാം ഇവിടെ പരാമർശിച്ച 12 നക്ഷത്രക്കാർക്കും ശുഭകാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന സമയം രാവിലെ 7:42 മുതൽ ഉച്ചയ്ക്ക് 12:12 വരെയും ഉച്ചയ്ക്ക് 1:42 മുതൽ വൈകുന്നേരം 3:12 വരെയും നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിന് ഇറങ്ങുവാനും ആ കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കുവാനും ഈ സമയം വളരെ ശുഭകരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, ജ്യോതിഷം എന്നത് നമുക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു ശാസ്ത്രമാണ്. ദോഷഫലങ്ങൾ കേട്ട് ഭയപ്പെടുകയല്ല, മറിച്ച് ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഈ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാരും 12 ദിവസം അല്പം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളൊന്നും തന്നെ അനുഭവിക്കേണ്ടി വരികയില്ല. പരിഹാരമാർഗങ്ങളായി നിർദ്ദേശിച്ച ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ മറന്നുപോകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യത്തെക്കുറിച്ചും നാം സൂചിപ്പിച്ചിരുന്നു. കുടുംബ ക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാടുകൾ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ അതെല്ലാം തന്നെ കൃത്യതയോടുകൂടി ചെയ്യുക. മാസത്തിൽ ഒരു തവണയെങ്കിലും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്യുക. എല്ലാത്തിനുമുപരിയായി ഈശ്വരവിശ്വാസവും സൽപ്രവൃത്തികളും നമ്മെ ഏതൊരാപത്തിൽ നിന്നും സംരക്ഷിക്കും. അത്ര പെട്ടെന്നൊന്നും ദുഷ്ടശക്തികൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നവരല്ല നിങ്ങൾ. നിങ്ങൾക്ക് ഭഗവാന്റെ ചൈതന്യവും അനുഗ്രഹവുമുണ്ട്. ഭഗവാന്റെ കണ്ണിൽ നിന്ന് ഭഗവാന്റെ കണ്ണൊന്ന് മാറിയാൽ ഒരുപക്ഷെ ഇത്തരം ആളുകൾ നിങ്ങൾക്ക് നേരെ അക്രമങ്ങളും അല്ലെങ്കിൽ ഇത്തരം ദുഷ്ടശക്തികൾ നിങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കുവാനും ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കണ്ണിൽ നിന്ന് മാറാതെ പ്രാർത്ഥനാപൂർവം നിത്യവും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണെന്നും നിങ്ങൾക്ക് ലഭിച്ച എല്ലാ സന്തോഷത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും ഭഗവാനോട് നന്ദി പറയുകയും ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്നതിനെക്കുറിച്ചോ മറ്റൊരാൾ നശിച്ചു കാണണമെന്നോ ആഗ്രഹിക്കുവാൻ പാടില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ സമാധാനപൂർണ്ണമായിരിക്കണം. അത്തരം പ്രാർത്ഥനകൾക്ക് മാത്രമേ ഭഗവാൻ അനുഗ്രഹം നൽകുകയുള്ളൂ. അത്തരം പ്രാർത്ഥനകൾക്ക് മാത്രമേ ഭഗവാൻ ഉത്തരം നൽകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കരുതുന്ന എല്ലാവരും നിങ്ങളുടെ ശത്രു ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ആയിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.